ഒരു പ്രവാചകനെ അയച്ച് നിങ്ങളിലൂടെ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹത്തിനുള്ള നന്ദി എന്നോണം നാം ചെയ്യുന്ന മഹത്തായ പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ നബിയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. ഇവർ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന് നമുക്ക് നേരെ തൗഹീദിന്റെ ആളുകളെക്കുറിച്ച് പുത്തനാശയം പ്രചരിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ശരിയായ സ്വലാത്തുണ്ടെന്നും സ്വലാത്ത് എന്ന് പറയുന്നത് മുഷ്ടി ചുരുട്ടി ഉയർത്തുന്ന മുദ്രാവാക്യമല്ലെന്നും സാമ്പത്തിക വരുമാനത്തിനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാടല്ല എന്നും ആളുകൾ പുണ്യങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ ഭണ്ഡാരങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സംവിധാനമല്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളല്ല എന്നുമുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് പകർന്നുകൊടുത്തതിന്റെ പേരിലാണ് പലപ്പോഴും സ്വലാത്തില്ലാത്തവർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, സ്വലാത്ത് ഇസ്ലാമിലുള്ളതാണ്. എന്താണ് സ്വലാത്ത്? ഗുണത്തിനു വേണ്ടി തേടൽ, ആശീർവദിക്കൽ, പ്രാർത്ഥിക്കൽ, അനുഗ്രഹം ചോദിക്കൽ എന്നൊക്കെയാണ് സ്വലാത്തിന്റെ ഉദ്ദേശമായിട്ട് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയെല്ലാം ഖൈറാത്തുകളുമായി നമ്മിലേക്ക് കടന്നുവന്ന് ഒരുപാട് ത്യാഗം സഹിച്ച് ഈ ദീൻ എത്തിച്ചു തന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ നീ കാരുണ്യവും പ്രതിഫലവും റഹ്മത്തും ചൊരിയണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഷോർട്ട് ഫോമാണ്. എങ്ങനെയാണ് നബിയെ അങ്ങേക്ക് മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാട്ടുപാടിക്കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് സ്വലാത്ത് ചൊല്ലിത്തരാം, പക്ഷേ പെട്ടിയിൽ പണമിടണം എന്ന് പറയുകയല്ല ചെയ്തത്. സ്വലാത്ത് ചെല്ലാനായിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണമെന്നും സ്വലാത്തിനൊരു വാർഷികമുണ്ടെന്നും അതൊരു പ്രത്യേക ആഘോഷമാണെന്നും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് സ്വലാത്ത് ചെല്ലേണ്ട രീതി ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേറെയും ചില വാചക ക്രമങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളിൽ സ്വഹീഹായ ഹദീസിൽ ഈ സ്വലാത്തിന്റെ രൂപങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഏറെ പുണ്യമുള്ളൊരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ നൽകാൻ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളമാണ് അയാൾ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ഒരാളായി മാറുക എന്നുള്ളത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ യസ്റ ലിസാനഹു ലിസ്വലാത്തി അലാ മുഹമ്മദ്. അല്ലാഹു ഒരാൾക്ക് നന്മയിലേക്ക് എളുപ്പം നൽകുന്നുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചെല്ലാൻ എളുപ്പം നൽകുമെന്നാണ്. സദാസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ അയാളുടെ നാവ് വഴങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മലായികത്തുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു. അല്ലാഹു സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ കരുണ ചൊരിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് പ്രതിഫലം നൽകുക, നബിയോട് വാത്സല്യം കാണിക്കുക, സ്നേഹം കാണിക്കുക, നബിക്ക് ഉന്നതമായ പദവി കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു നൽകുന്ന കാരുണ്യത്തിന്റെ വിവിധങ്ങളായ മേഖലകളാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. മലായികത്തുകളുടെ സ്വലാത്തോ നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അല്ലാഹുവെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് നീ നൽകണമേ എന്ന പ്രാർത്ഥനയാണ് മലക്കുകളുടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശം. അള്ളി മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു നബിയുടെ മേൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലണം എന്നാണ് സൂറത്ത് അഹ്സാബിന്റെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഒരു ചെറിയ കാര്യത്തിന് പോലും വലിയ അധ്വാനമൊന്നും ആവശ്യമുണ്ടാവില്ല, ചെറിയ അധ്വാനം മതി, പക്ഷേ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഓഫർ നൽകിയിരിക്കുന്നത്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് ഇതിന്റെ നേട്ടം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സല്ല അലയ്യ വഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ. ആരെങ്കിലും എന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള കാരുണ്യവും കടാക്ഷവും അവന് 10 ഇരട്ടിയായിട്ട് വർഷിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും മൻ സല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായിട്ട്, വെറുതെ ഒരു ബിസിനസ് പർപ്പസിലോ അല്ലെങ്കിൽ ഉസ്താദിന്റെ ശ്വാസം പോയെടുത്ത് സ്വലാത്ത് പറയുകയോ വെറുതെ ശക്തി കാണിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി, പ്രവാചക സ്നേഹികളാണെന്ന് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാൻ വേണ്ടി, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇഖ്ലാസോടുകൂടെ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയണം, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാരുണ്യം ചൊരിയും.
വറഫഅഹു ബിഹാ 10 ദറജാത്ത്, 10 പദവികൾ ഉയർത്തും. വകതബ ലഹു ബിഹാ 10 ഹസനാത്ത്, 10 നന്മകൾ രേഖപ്പെടുത്തും. വമഹാ അൻഹു 10 സയ്യിആത്ത്, 10 പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, 10 അള്ളാഹു 10 കാരുണ്യം ചൊരിയും, 10 ദറജ ഉയർത്തും, 10 നന്മകൾ രേഖപ്പെടുത്തും, 10 പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ എത്ര മഹനീയമാണ് സുഹൃത്തുക്കളെ ഈ ഒരു കർമ്മം. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ ആരുടെ കൂടെയായിരിക്കും? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കാൻ കൊതിക്കുന്ന ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഔലൻ നാസി ബി യൗമിൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്, എന്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയവരോടൊപ്പമായിരിക്കും ഞാൻ സ്വർഗത്തിലുണ്ടായിരിക്കുക എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്ത്യനാളിൽ നബിയുടെ കൂടെ ഇരിക്കാൻ അവസരം കിട്ടുന്ന ഭാഗ്യവാന്മാർ നബിയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാരാണ്. മാത്രവുമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട്, ഒരു ഷർത്തായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നതാണ്, അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബ് ഹത്താ യകൂന അവ്വലുഹു സനാഅൻ അലല്ലാഹി അസ്സ വജൽ വസലാത്തൻ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يدعو فيستجاب لدعائه. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബസർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, പ്രാർത്ഥനകൾ തടയപ്പെടും. ഏത് പ്രാർത്ഥന തടയപ്പെടാത്തത്? തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹംദ് കൊണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്, അല്ലാഹുവിൽ സ്തുതി അർപ്പിച്ച് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥന ആരംഭിച്ചാൽ ആ പ്രാർത്ഥന മറയിടപ്പെടുകയില്ല, അതിന് ഉത്തരം നൽകപ്പെടുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു 10 വഹീന യുംസി 10 അദ്റക്തുഹു ശഫാഅതി യൗമൽ ഖിയാമ. രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾക്കിടയിൽ 10 തവണ എനിക്ക് വേണ്ടി ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് എന്റെ ശഫാഅത്ത് പരലോകത്ത് ലഭിക്കുന്നു. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ബിഖ എന്ന് പാട്ടുപാടിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂലെ, പരലോകത്ത് ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അങ്ങ് എനിക്ക് ശഫാഅത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ ശിർക്കൻ വിളിച്ചു തേട്ടമാണ്. അള്ളാഹുവിനോടാണ് തേടേണ്ടത്, ശഫാഅത്ത് ചോദിക്കേണ്ടത് നബിയോടല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയിലൂടെയാണ് ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ എല്ലാവരെയും മഹത്വപ്പെടുത്തി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ ഇടയാളന്മാരാക്കി അവരെല്ലാവരും ശുപാർശകരായിട്ട് നമുക്ക് വരേണ്ടവരാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്ന് പറഞ്ഞ് കണ്ണുകണ്ട എല്ലാറ്റിനെയും ഇടയിനെത്തി തേടാനും നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കാനും ഒന്നും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് രാവിലെയും വൈകുന്നേരവും 10 തവണ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മനക്ലേശം മാറിക്കിട്ടാൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതിനുള്ള പരിഹാരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. യാ റസൂലല്ലാഹ് ഇന്നി അക്തറു സ്വലാത്ത് അലൈക കം അജ്അലു ലക മിൻ സ്വലാത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്വഹാബികൾ ചോദ്യം ചോദിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ നബിയുടെ മേലുള്ള സ്വലാത്തിന്റെ മഹത്വം പറയാം. ഇജ്അൽ ലക സ്വലാത്തി കുല്ലഹാ ഇദാ തുക്ഫ ഹമ്മക വയഗ്ഫറു ലക ദംബക. നീ ധാരാളമായി എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് നിന്റെ ദുഃഖങ്ങൾ മാറിക്കിട്ടും, നിന്റെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അറഅയ്ത ഇൻ ജഅൽതു സ്വലാത്തി കുല്ലുഹാ അലൈക ഖാല ഇദൻ യക്ഫീക അല്ലാഹു തബാറക വതആല മാ അഹമ്മക മിൻ ദുനിയാക വആഖിറതുക. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് വേണ്ടി ഞാൻ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണമെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ ദുഃഖങ്ങളും അതിലൂടെ മാറിക്കിട്ടുകയും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയുകയും ചെയ്യും. അപ്പോൾ നബിയുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്ക് ദുനിയവിയായ ഉഖ്റവിയായ ഖൈറാത്തുകൾ ലഭിക്കാനുള്ള ഒരു കാരണമാണ്. 7ാമത്തേത് മലക്കുകളുടെ സ്വലാത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായിക മാ സല്ല അലൈഹി. എന്റെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോഴൊക്കെയും മലക്കുകൾ നമുക്കും അല്ലാഹുവേ ഇവനും നീ റഹ്മത്ത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴുള്ള മഹത്വമാണ്. സഹോദരന്മാരെ, ഈ സ്വലാത്ത് നമ്മൾ എപ്പോഴൊക്കെയാണ് നിർവഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീൽ മിമ്മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. എന്റെ പേര് കേട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവനെ പിശുക്കനാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, റഗിമ അൻഫു റജുലിൻ, മൂക്ക് കുത്തി നശിക്കട്ടെ. എന്തേ? ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. അവന്റെ മുന്നിൽ വെച്ച് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ
നബിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ പേരുച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ നബി എന്ന് പറയുമ്പോൾ നബി മുഹമ്മദ് നബി ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ സലാത്ത് ചൊല്ലിയില്ല. നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കി, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സഹാബത്ത് അങ്ങനെയല്ലേ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. നബിയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോഴും റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, നബിയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോഴും ഹദീസുകളിൽ നിറയെ സ്വലാത്താണ്. അതുകൊണ്ട് നബിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒച്ചത്തിൽ ശബ്ദകോലാഹലമുണ്ടാക്കി പറയണമെന്നല്ല, മറിച്ച് ചുണ്ടനക്കി, ചുണ്ട് ചലിപ്പിച്ച്, ദിക്റുകൾക്ക് ചുണ്ട് ചലിക്കണം. ചുണ്ട് ചലിപ്പിച്ച് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ, ചെല്ലിയില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സലാത്ത് ചെല്ലാത്ത നരകത്തിലാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നബിയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ അവൻ മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അവൻ ക്ലേശത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ നസിയ സ്വലാത്ത അലയ്യ ഖതിഅ ത്വരീഖൽ ജന്ന, എന്റെ മേൽ സലാത്ത് ചെല്ലാൻ മറന്നവന് സ്വർഗ്ഗത്തിന്റെ വഴിയിൽ നിന്ന് പിഴച്ചുപോയവനാണ്. നബിന്റെ പേരിൽ സലാത്ത് ഇല്ലാത്തവന് പിഴച്ചുപോയാണ്. ഒരു സദസ്സിൽ ഒരു ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനില്ല. പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിക്കണം, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ തേടണം. അതുപോലെ തന്നെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. അപ്പോൾ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ, ഒരു ഖുത്ബ കേൾക്കുമ്പോൾ, ദീനിയായ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമുക്ക് അശ്രദ്ധമാകുന്നൊരവസ്ഥയില്ല. അല്ലദീന യത്ലൂന കിതാബഹു ഹഖ്ഖ തിലാവതി, അല്ലാഹുവിന്റെ കിതാബ് ഓതേണ്ട മുറപ്രകാരം ഓതുക എന്ന് പറഞ്ഞല്ലോ ഖുർആൻ. അതുപോലെ നമ്മൾ കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇടപെടൽ കൂടെ ഓരോ ദീനി മജ്ലിസിലും ഉണ്ടായിരിക്കും. അത് ഏറ്റവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും പാലിക്കാൻ, ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക സന്ദർഭങ്ങളും സമയങ്ങൾ കൂടെ അതിന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക എന്നുള്ളത്. എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാലും നമ്മൾ നബിയുടെ മേൽ സലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ റസൂൽ സുന്നത്താക്കി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക അല്ലാഹുമ്മ ഹ്സിനി മിനശ് ശൈത്താനിർ റജീം എന്നിത്യാദി പ്രാർത്ഥനകൾ ഹംദും സ്വലാത്തും ചൊല്ലിയതിനു ശേഷമാണ് പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ ഉരുവിടേണ്ടത്. നാലാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമസ്കാരത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തഹിയ്യാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്താണ്. അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിന്റെ രണ്ടാമത്തെ തക്ബീറിൽ ഇബ്രാഹിമി സ്വലാത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ എല്ലാ രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഉദിക്കും മുമ്പും സൂര്യൻ അസ്തമിക്കും മുമ്പുമുള്ള അസ്കാറുസ് സബാഹ് വൽ മസാ. സത്യത്തിൽ നമ്മൾ എന്തെല്ലാം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു നമുക്ക് വേണ്ടി, അല്ലെ? നല്ല വാഹനങ്ങൾ, നല്ല വീട്, നല്ല ഭദ്രമായ ചുറ്റുമതില്, അതുപോലെ തന്നെ നല്ല ഗേറ്റ്, അതുപോലെ തന്നെ CCTV ക്യാമറ, സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ, ഒരുപാട് AI-യുടെ കാലമായതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി സിസ്റ്റങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തെല്ലാം ഇൻസെക്യൂർഡായിട്ടുള്ള, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ വേട്ടയാടുന്നുണ്ട്. സത്യത്തിൽ മുഅ്മിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അദ്കാറുകളാണ്. അതുകൊണ്ട് ആ ദിക്റിന്റെ കിതാബിന് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ കോട്ട എന്ന് പേര് വെച്ചത്. അത് നബിയുടെ ഹദീസാണ്. ഒരാളുടെ പിന്നാലെ ശത്രുക്കൾ ആയുധവുമായിട്ട് പിന്നാലെ കൂടി അയാൾ ഓടിയിട്ട് ഒരു കോട്ടയിൽ കയറി അഭയം പ്രാപിച്ചു, അയാൾ സേഫായി. ഇതുപോലെയാണ് അദ്കാറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമുക്കൊരു ആന്റിബയോട്ടിക് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്നുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് അദ്കാറുൽ മസാഇൽ ചൊല്ലിയാൽ വിഷം തീണ്ടുകയില്ല, വിഷജന്തുക്കൾ ഉപദ്രവിക്കുകയില്ല, ഉപദ്രവിച്ചാൽ തന്നെ വിഷം തീണ്ടുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന അദ്കാറുകളാണ്. ആ അദ്കാറുകളിൽ നബിയുടെ മേൽ 10 തവണ രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അക്സറു അലൈഹി മിനസ് സ്വലാത്ത് ഫീ കുല്ലി യൗമിൽ ജുമുഅ, എന്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് യൗമുൽ ജുമുഅ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ധാരാളമായി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത്
ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്വായ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്ന പോലെ പറയണം. സുമ്മ സല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന, എനിക്ക് വേണ്ടി വസീലയും ഫളീലയും ചോദിക്കണം. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة وبعثه مقام محمود الذي وعدته എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ എന്ത് കിട്ടും? ഹല്ലത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ആരും സഹായിക്കാനാത്ത പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ പറയും. ഇപ്പോൾ ബാങ്കിന് ശേഷമുള്ള സമയത്തും നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. പത്താമത്തെ കാര്യം സദസ്സുകളിൽ വെച്ചിട്ടാണ്. ما جلس قوم مجلسا لم يذكر الله فيه ولم يصلوا على نبيهم إلا كان عليهم ترة فإن شاء عذبهم وإن شاء غفر لهم. ഒരു സദസ്സിലിരുന്നിട്ട് അള്ളാഹിനെ ഓർക്കുന്നില്ലെങ്കിൽ, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അവന് ആ ഇരുത്തം നഷ്ടമാണ്. അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കും. അള്ളാഹ് പുറത്തു കൊടുത്താൽ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചെല്ലുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, റസൂൽ ഒറ്റ സദസ്സിലിരുന്നിട്ട് 100-ലധികം തവണ ചൊല്ലിയിരുന്നു, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിച്ച്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകം നിരശ തേടി, അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം ദിനിയായൊരു മജ്ലിസിൽ, ഏത് സദസ്സിലും. അതുകൊണ്ട് അത്തരം സദസ്സുകളിലായിരിക്കണം നമ്മൾ പോയിരിക്കേണ്ടത്. അനാവശ്യമായ സദസ്സുകളിൽ, സിനിമ ഹാളുകളിൽ, അശ്ലീലത വിളമ്പുന്ന ഇടങ്ങളിലൊന്നും നമ്മളൊരു വിശ്വാസി പോയിരിക്കരുത് എന്നുള്ളത് കൂടെ ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. ഇത്തരം 10 സന്ദർഭങ്ങളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ ധാരാളം നേട്ടങ്ങൾ നമുക്കതിലൂടെ ലഭിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പുണ്യകർമ്മത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക.